ശിഷ്യന്മാർ ഉണ്ണിയേശുവിനെ കാണാൻ പോയത് വെറും കൈയോടായിരുന്നില്ല. അവരുടെ കയ്യിൽ നിക്ഷേപ പാത്രങ്ങളും അതിൽ ഉണ്ണീശോയ്ക്ക് കൊടുക്കേണ്ട സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചു. ഉണ്ണീശോയുടെ ജന്മദിനം അടുക്കാറായി. ഞാൻ എൻ്റെ ഉണ്ണീശോയ്ക്കായി കരുതിയ നിക്ഷേപപാത്രം ഉടനെ തുറക്കേണ്ടതായി വരും. അതിനുള്ളിൽ ഞാൻ ചെയ്ത കുഞ്ഞു കുഞ്ഞു നന്മ പ്രവൃത്തികളുടെയും വായിച്ച തിരുവചനങ്ങളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും ചൊല്ലിയ സുഹൃത ജപങ്ങളുടെയും സുഹൃതങ്ങളാകുന്ന പൊന്നും മീറയും കുന്തിരിക്കവും ഉണ്ടാകുമോ? അതോ യാത്രയെല്ലാം ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ അവസാനിച്ചോ? ഉണ്ണീശോയെ കാണാനുള്ള ആഗ്രഹത്തോടെ, ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഇനിയുള്ള യാത്ര തുടരാം. കഴിഞ്ഞ ദിവസങ്ങളെ ആത്മീയമായി ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്താം, ചിന്തിക്കാം. ഉണ്ണീശോയ്ക്ക് കൊടുക്കാനുള്ള എൻ്റെ നിക്ഷേപപാത്രം തയ്യാറാണോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. നിന്നെ കാണാനുള്ള, കണ്ടു വണങ്ങാനുള്ള എൻ്റെ ഈ യാത്ര അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. പൂജരാജാക്കന്മാരും ആട്ടിടയരുമൊക്കെ നിന്നെ കണ്ട് ആരാധിച്ചതുപോലെ ഒരുക്കത്തോടെ നിന്നെ കാണാൻ, വിശുദ്ധിയോടെ നിക്ഷേപങ്ങൾ നിനക്ക് കാഴ്ചവെക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലമാക്കണമേ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.